സ്നേഹമുള്ളവരെ, ഈശ്വരചിന്തയിൽ ആഴം തേടുന്ന ഏവർക്കും ഈ പരമ്പരയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം ഉള്ളിൽ കുറേ ചോദ്യങ്ങളുണ്ട്, അല്ലേ? ഞാൻ ആരാണ്, എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്നെല്ലാം. കാലങ്ങളായി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അനന്തമായ സാധ്യതകളെക്കുറിച്ചും നമ്മിൽ കുടികൊള്ളുന്ന ദൈവിക ചൈതന്യത്തെക്കുറിച്ചും നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പല മതങ്ങളിലും വ്യത്യസ്ത വിശ്വാസങ്ങളിൽ ഉള്ളവരുമായിരിക്കാം, ഒരുപക്ഷെ വിശ്വാസമില്ലാത്തവരുമായിരിക്കാം. എങ്കിലും ക്രിസ്തുബോധം എന്ന ഈ പരമമായ സത്യം നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും ഈ ലോകത്ത് ക്രിസ്തുബോധം എന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, എന്താണ് ഈ ക്രിസ്തുബോധം? യേശുവിനെക്കുറിച്ചുള്ള കേവലം ചരിത്രപരമായ അറിവുകൾ മാത്രമാണോ ഇത്? യേശു തൻ്റെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും വെളിപ്പെടുത്തിയ ലോകത്തെ മാറ്റിമറിച്ച ആ ഉണർവ് അഥവാ ആ ബോധാവസ്ഥ എന്താണ്? എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറമുള്ള നമ്മുടെ ആത്മാവിൻ്റെ ആഴത്തിലുള്ള അനുഭവമാണോ, അതോ അതിലും അഗാധമായ മറ്റെന്തെങ്കിലുമുണ്ടോ? ക്രിസ്തുബോധത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? യേശു പഠിപ്പിച്ച ആന്തരികമായ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ബോധാവസ്ഥ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും എങ്ങനെ കൊണ്ടുവരാം? നമുക്ക് നമ്മുടെ ആന്തരിക സമാധാനവും സ്നേഹവും എങ്ങനെ വർദ്ധിപ്പിക്കാം? നമുക്ക് ക്രിസ്തുവിൻ്റെ ദൈവിക പ്രകൃതവും മാനുഷിക പ്രകൃതവും തമ്മിലുള്ള ഐക്യം എന്താണ്? ഈ പരമ്പരയിലൂടെ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം തേടുകയാണ് നമ്മൾ. ക്രിസ്തുവിൻ്റെ വാക്കുകളിലും ജീവിതത്തിലും ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ആഴമേറിയ ആ സത്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ക്രിസ്തുബോധം വെളിച്ചം വീശുന്ന ഈ യാത്രയിൽ നിങ്ങളുടെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഈ യാത്രയിൽ ആത്മീയമായ ഉൾക്കാഴ്ചകൾ, വേദഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഈ ബോധാവസ്ഥയെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നും നാം പരിശോധിക്കും. നിങ്ങൾ സത്യം തേടുന്ന ഒരാളാണെങ്കിൽ ഈ പരമ്പര നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകും. മനുഷ്യൻ എന്ന നിലയിലുള്ള നമ്മുടെ പരമമായ ലക്ഷ്യത്തിലേക്ക്, ക്രിസ്തുബോധം എന്ന ഈ അമൂല്യമായ സത്യത്തിലേക്ക്, ഈ ക്രിസ്തുബോധത്തിലേക്ക്, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നന്ദി, നമസ്കാരം.